അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ഫുൾ ഷിമ്മി എങ്ങനെ അടിക്കാമെന്നാണ് കേട്ടോ. കുഞ്ഞി ഷിമ്മി ഞെറിയൊക്കെ ഇട്ട് എങ്ങനെ അടിക്കാമെന്നാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ വെട്ടി വെക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെട്ടി വെക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇത് വെട്ടി വെച്ചതിന് ശേഷം നമ്മളിതാ ഒരു പീസ് എടുത്തിട്ടുണ്ട്, രണ്ടാക്കിയാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത്. അതിൻ്റെ കഴുത്ത് ആദ്യം തന്നെ ഇതാ ഇതുപോലെ മടക്കി ഒന്ന് റൗണ്ട് ഷേപ്പിൽ അടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തിൻ്റെ എന്ത് ചെയ്യണം, കഴുത്തതാ ഇതുപോലെ ഒരു മടക്കി അതിന് ശേഷം വീണ്ടും ഒരു മടക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ കറക്റ്റായിട്ട് അടിച്ചു പോവാം കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ വേണമെന്നേ ഉള്ളൂ, നമ്മൾ കറക്റ്റ് ആ സെൻറ്ററിൽ കൂടെ തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മൾ ആ സൈഡായി മടക്കി വെച്ചത് ശരിക്കും തയ്ച്ച് പോകണം. ആ ഒരു രീതിയിൽ നമ്മൾ മടക്കുക, അതിന് ശേഷം അടിക്കുക. അങ്ങനെ ദേ കൈ വരെ ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കുക. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ചെയ്യണം. അതിന് ശേഷം വേണം നമ്മൾ കൈക്കുഴി ഇതുപോലെ മടക്കിയടിക്കണം. അതായത് കഴുത്തും കൈക്കുഴിയും ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ വെട്ടിയ ഭാഗം നൂലൊന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളിതുപോലെ മടക്കിയടിക്കണം. അതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കഴുത്തടിക്കുന്നതാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴുത്ത് നിങ്ങളിതുപോലെ അടിച്ച് ഫിനിഷ് ചെയ്യുക, രണ്ടെണ്ണവും ചെയ്യണം കേട്ടോ അതുപോലെ. അങ്ങനെ അതിന് ശേഷം അത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിക്കുക. ഷോൾഡർ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അടിക്കുക. മറച്ചിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് അടിക്കാനായിട്ട്. അങ്ങനെ മറച്ചിട്ടിട്ട് നമ്മൾ അതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ രണ്ട് സൈഡ് നമ്മളിതുപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികളുണ്ട്. അപ്പോൾ ഇതുപോലെ യോജിപ്പിക്കുക. അതിന് ശേഷം നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വയ്ക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, അപ്പുറത്തെ ഭാഗവും ഇതുപോലെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക, പിടിക്കുക. എന്നിട്ട് വീണ്ടും അടിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഷിമ്മി അടിക്കാന്ന് വെച്ചാൽ തീരെ പണിയില്ലാത്തൊരു ഇതാണ്. നമുക്ക് തയ്യൽ പഠിക്കണമെന്നോ ഒന്നുമില്ല. ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ അളവ് വെച്ച് വെട്ടാം. അതിന് ശേഷം ഇതുപോലെ തുന്നിയെടുത്താൽ മതി. നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി അടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ തയ്ക്കുന്നത്. അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നമ്മൾ തുണികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴുത്തും അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി അടിയിലേക്ക് ഞെറുക്കി വേണ്ടിയിട്ടുള്ള തുണികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണോ ഇറക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ലെങ്ത്ത് എടുക്കുക. അതിന് ശേഷം അങ്ങനെ നമ്മുടെ കൈക്കുഴി അടിക്കുന്നത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. കൈക്കുഴി ഇതുപോലെ ഫിനിഷ് ചെയ്തടിക്കുക. അതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ കൈക്കുഴി രണ്ടും ഇതുപോലെ തന്നെ അടിക്കണം കേട്ടോ. രണ്ട് സൈഡും അടിക്കുക ഓരോന്നിൻ്റെയും. അങ്ങനെ അത് വെട്ടിയെടുക്കുക. ഇനി കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മടക്കി അടിച്ചിട്ട്. ഇനി നമ്മൾ അടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഞെറിക്ക് വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടി എന്ത് ചെയ്യുക, ഒന്ന് മടക്കി അടിക്കുക കേട്ടോ, നൂലൊക്കെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഞെറിയൊക്കെ ഇട്ട് യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ളതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. രണ്ട് സൈഡും ഇതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ അടി തുടങ്ങി നമ്മളിതൊന്ന് യോജിപ്പിച്ച് അടിക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതും കൂടെ അടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ഫിനിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹാഫ് ഷിമ്മിയൊക്കെ അടിക്കാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ ആ ഒരു സ്ലിറ്റ് ഭാഗം ഒന്ന് മടക്കി അടിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മളിത് സെയിം തന്നെയാണ് കേട്ടോ, ഹാഫ് ഷിമ്മി. അതിൻ്റെ വീഡിയോ ഞാനിടാം. അങ്ങനെ നമ്മൾ ലെങ്ത്ത് നമുക്ക് എത്ര അടിയിലേക്ക് ഇറക്കാണ് വേണ്ടത് അത്രയും തുണി എടുക്കുക. അതിന് ശേഷം ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കൂട്ടിയടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ പുറകിലുള്ള തുണിയൊന്ന് കയറ്റിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഞെറികൾ വേണം. ഇതുപോലെ ഒരു മടക്കുക. അതിന് ശേഷം നമ്മൾ ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം വീണ്ടും നിർത്തിയിട്ട് വീണ്ടും ഒരു ഞെറിക്കുള്ളത് പിടിക്കുക. അതിന് ശേഷം വീണ്ടും ഇതുപോലെ അടിച്ചടിച്ച് വേണം നമ്മൾ ആ ഒരു ഞെറി ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് വീണ്ടും റൗണ്ട് അടിച്ച് എത്തണം. ആ ഒരു ലെവൽ വരെ നമ്മൾ അടിച്ച് എടുക്കണം കേട്ടോ. അതാണ് ഇതിലൊരു പണി എന്ന് പറയുന്നത്. ഞെറിയിട്ട് അടിക്കുന്നതിൽ എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് അതാണ്. ചെറിയ ചെറിയ ഞെറികളാക്കി പിടിക്കണം. പിന്നെ നമ്മൾ മെഷീൻ ഇങ്ങനെ നിർത്തിയതിന് ശേഷം വീണ്ടും ഞെറി പിടിക്കുക, അതിന് ശേഷം അടിക്കുക. അങ്ങനെ നമ്മൾ ഈ ഞെറി ഇട്ടിട്ട് തീരണം. ആ ഒരു നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ റൗണ്ട് അടിച്ച് എത്തണം കേട്ടോ. അതുവരെ നമ്മളിതുപോലെ ഞെറികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക.
വലിപ്പം കുറച്ചുള്ള ഞെറികളാവും നമ്മുടെ ഷിമ്മിക്ക് കൂടുതൽ ഭംഗിയായി കിട്ടുന്നത്. അപ്പം നമ്മൾ ചെറിയ ചെറിയ ഞെറികൾ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് നമ്മുടെ ഞെറികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടെ ഒന്ന് അടിക്കാനുണ്ട്. അതായത് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് മുതൽ ഒന്ന് നേരെ അടിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് നേരെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞെറികളിട്ട് കഴിഞ്ഞാൽ നമ്മളെ രണ്ട് സൈഡും യോജിപ്പിക്കാനായിട്ടുണ്ടാവും. ഞെറിയിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ഷിമ്മി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചിലവില്ലാണ്ട് മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷിമ്മിയൊക്കെ തുന്നിയെടുക്കാം. അപ്പോൾ അതിപ്പോൾ കയ്യിൽ പഠിക്കണം എന്നില്ല. നമുക്ക് ഒരു ഫേഷായില്ലെങ്കിൽ നമ്മുടെ ഷിമ്മി അടിച്ചടിച്ചതുപോലെ നമ്മൾ ശരിയാവും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതുപോലെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഷിമ്മിയുടെ അവസാനത്തെ ലുക്കാട്ടത് അത്യാവശ്യം നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.